നമസ്കാരം. നാളത്തെ വാർത്തകൾ അറിയുമ്പോഴാണ് വാർത്തയുടെ വാസ്തവം പൂർണ്ണമാകൂ എന്ന തിരിച്ചറിവോടെ നമ്മൾ ആരംഭിക്കുന്നു നാളത്തെ വാർത്ത. എം വി രാഘവന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി എന്ന CMP LDFിലേക്ക് പോകുന്നുവെന്ന ഏറ്റവും പ്രധാനപ്പെട്ട നാളത്തെ വാർത്തയാണ് പ്രേക്ഷകരുടെ മുന്നിൽ നമുക്ക് ആദ്യം പങ്കുവയ്ക്കാനുള്ളത്. അതോടൊപ്പം പ്രമുഖ മാധ്യമ പ്രവർത്തകരും എം വി രാഘവന്റെ മകനുമായ MV നികേഷ് കുമാർ സജീവ രാഷ്ട്രീയത്തിലേക്ക് വരുന്നുവെന്നും CMPയെ ശക്തിപ്പെടുത്തുമെന്നുള്ള നാളത്തെ വാർത്ത കൂടി നമുക്ക് ഈ വാർത്തയോട് ചേർത്ത് വായിക്കേണ്ടതുണ്ട്. ഈ വാർത്ത തത്സമയം കാണുവാനും നിരീക്ഷിക്കുവാനും സ്റ്റുഡിയോയിൽ നമ്മോടൊപ്പമുള്ളത് രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് A ജയശങ്കറും ജീവൻ TV ന്യൂസ് എഡിറ്ററുമായ MS ബനേഷുമാണ്. ആദ്യം നാളത്തെ വാർത്തയിലേക്ക്. CMP LDFിലേക്ക്. CMP LDFിലേക്ക് വരുന്നുവെന്ന വാർത്തകൾ സജീവമായിരിക്കെ അതിനെ സാധൂകരിക്കും വിധമാണ് പല ഘട്ടങ്ങളിലായി പാർട്ടി ജനറൽ സെക്രട്ടറി MV രാഘവൻ നടത്തിയ പ്രസ്താവന. ഘടകകക്ഷി എന്ന പരിഗണന UDFിനകത്ത് ലഭിക്കുന്നില്ലെന്നും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെയും KPCC പ്രസിഡന്റ് രമേശ് ചെന്നിത്തലയുടെയും താൽപര്യങ്ങൾ മാത്രമാണ് സംരക്ഷിക്കപ്പെടുന്നതെന്നും MV രാഘവൻ കണ്ണൂരിൽ പറഞ്ഞു. ഈ രീതിയിലാണ് മുന്നോട്ടു പോകുന്നതെങ്കിൽ മുന്നണി പിരിച്ചുവിടുകയാണ് നല്ലതെന്നും MVR തുറന്നടിച്ചു. തികച്ചും ഏകപക്ഷീയമായിട്ട് തികച്ചും തെറ്റായ മാർഗത്തിൽ കൂടിയാണ് ഗവൺമെൻറ് സഞ്ചരിക്കുന്നത്. ഉമ്മൻചാണ്ടി എന്ന് പറയും, കാർത്തികേയന്മാർ എന്ന് പറയും, ഒന്നും നേരായിട്ടല്ല. രണ്ട് ഗ്രൂപ്പാണെന്നാണ് പറയുന്നത്. എനിക്കറിയില്ല. ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും രണ്ട് ഗ്രൂപ്പാണ്. ആ രണ്ട് ഗ്രൂപ്പിൻ്റെ താല്പര്യങ്ങൾ രക്ഷിക്കാനുള്ള ശ്രമത്തിൽ തമ്മിലടിയാണ് എന്ന് നാട്ടിൽ പാട്ടാണ്. എങ്ങനെ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകും? UDF നേതൃത്വം ശക്തിയായ ഒരു തീരുമാനമെടുക്കണം. അത് സാധിക്കില്ലെങ്കിൽ ഇത് പിരിച്ചുവിട്ടുമെന്ന് പറയണം. വെറുതെ ആളുകളെ ബുദ്ധിമുട്ടിക്കേണ്ട ആവശ്യമില്ലല്ലോ. കേരളത്തിലെ ഏറ്റവും വലിയ ഇടതുപക്ഷ നേതാക്കളിൽ ഒരാളായ MV രാഘവന്റെ സ്വന്തം പാർട്ടിയായ CMP അതിൻ്റെ സ്വന്തം മുന്നണിയായ വലതുപക്ഷ മുന്നണിയായ ഐക്യജനാധിപത്യ മുന്നണി വിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലേക്ക് പോകാൻ ഒരുങ്ങുന്നു എന്ന നാളത്തെ വാർത്ത ഈ നിമിഷം കാണുമ്പോൾ സ്വാഭാവികമായും ഉണ്ടാകാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും വാദഗതികളും സംശയങ്ങളുമായിട്ടാണ് നാളത്തെ വാർത്തയുടെ ഈ ഘട്ടം നമ്മൾ ആരംഭിക്കുന്നത്. ഇതിലേറ്റവും പ്രാധാന്യത്തോടെ നമ്മൾ കാണുന്ന ഒരു കാര്യം, MV നികേഷ് കുമാർ രാഷ്ട്രീയത്തിലേക്ക് വരുന്നു, CMPയിലേക്ക് വരുന്നു എന്നുള്ള നാളത്തെ വാർത്തയേക്കാൾ മുൻപ് നമ്മുടെ മുന്നിലേക്ക് പ്രാധാന്യത്തോടെ വരുന്നത് ആ പാർട്ടിയുടെ തലതൊട്ടപ്പനായ ശ്രീ MV രാഘവന്റെ വാക്കുകളാണ്. UDFിൽ നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രതികൂലമായ ഘടകങ്ങൾ ആ പാർട്ടിയെ എവിടെയൊക്കെ എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ള ഒരവസ്ഥയിലേക്ക് നമ്മൾക്ക് ഈ ചർച്ചയുടെ ഒന്നാം ഘട്ടത്തിലേക്ക് പോകേണ്ടിയിരിക്കുന്നു തോന്നുന്നു. അഡ്വക്കേറ്റ് ജയശങ്കർ, MV രാഘവന്റെ നിരാശാഭരിതമായ ഈ രാഷ്ട്രീയ വാക്കുകൾ 80 കഴിഞ്ഞ അദ്ദേഹത്തിൽ നിന്ന് വന്ന ദുർബലമാണെങ്കിലും കരുത്തുള്ള ആ വാക്കുകൾ കേൾക്കുമ്പോൾ എന്താണ് തോന്നുന്നത്? ശ്രീ MV രാഘവൻ നമുക്കറിയാവുന്ന പോലെ 1986 അദ്ദേഹത്തിൻ്റെ പാർട്ടിയായിരുന്ന കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്ന് പിണങ്ങിപ്പിരിഞ്ഞ് സ്വന്തമായി ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം, ഒരു ബദൽ പ്രസ്ഥാനം കെട്ടിപ്പടുത്ത ഒരു നേതാവാണ്. സാധാരണഗതിയിൽ അതൊരു നേതാവിന് സാധ്യമല്ല. കാരണം CPMൽ നിന്ന് ഒരാളെ പുറത്താക്കിയാൽ അയാളുടെ രാഷ്ട്രീയ ഭാവി അതോടെ അവസാനിച്ചു എന്നാണ്. വലിയ നേതാക്കന്മാരെ, വലിയ സംഘാടകരെ പാർട്ടി പല കാരണങ്ങളാൽ പുറത്താക്കിയിട്ടുണ്ട്. ഇപ്പോൾ ചാത്തുണ്ണി മാസ്റ്റർ ഒരു ഉദാഹരണം, എറണാകുളം ജില്ലയിലെ ഏറ്റവും വലിയ സംഘാടകനായിരുന്ന P ഗംഗാധരൻ വേറൊരു ഉദാഹരണമാണ്. അങ്ങനെ ഒരുപാട് പേർ പാർട്ടിയിൽ നിന്ന് പലപ്പോഴായി പുറത്താക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അവർക്ക് ആർക്കും ഒരു ബദൽ പ്രസ്ഥാനമുണ്ടാക്കി പാർട്ടിയെ വെല്ലുവിളിക്കാനും ഒരു പരിധിവരെ വിജയിക്കാനും സാധിച്ചിട്ടില്ല. ആർക്കും സാധിച്ചിട്ടില്ല. അങ്ങനെ ചെയ്ത ആദ്യത്തെ ആൾ MV രാഘവനാണ്. അദ്ദേഹം അന്ന് ശ്രീ K കരുണാകരൻ്റെ ഒരു സഹായഹസ്തം അദ്ദേഹത്തിനുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ കാലശേഷം ശ്രീ AK ആന്റണി ഒരു പരിധിവരെയൊക്കെ അത് കൂട്ടിയോജിപ്പിച്ചൊക്കെ കൊണ്ടുവരുന്നെങ്കിലും പിന്നീട് ആ രീതിയിലുള്ള ഒരു സമീപനം UDFിൻ്റെ ഭാഗത്ത്, പ്രത്യേകിച്ച് മുന്നണിക്ക് നേതൃത്വം നൽകുന്ന കോൺഗ്രസിൻ്റെ ഭാഗത്തുണ്ടായിട്ടില്ല. ആദ്യകാലത്ത് മുസ്ലിം ലീഗും ഈ ചെറിയ ഘടകകക്ഷികളോട് വലിയ സ്നേഹവും പരിഗണനയും നൽകിയിരുന്നു. പക്ഷേ ഈ സമീപകാലത്തായിട്ട് മുസ്ലിം ലീഗിൻ്റെ ഭാഗത്തും ആ രീതിയിലുള്ളൊരു സഹവർത്തിത്വത്തിൻ്റെ ഒരു മനോഭാവം ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. K മാണിയുടെ കാര്യത്തിൽ നമ്മളിത് തന്നെ കണ്ടു. കേരള കോൺഗ്രസ്സുകളുടെ ലയനത്തെ കോൺഗ്രസ് അംഗീകരിക്കാതിരിക്കുക, അവർ ലയിച്ചതിന് ശേഷവും അവരെ പരമാവധി ഒതുക്കുക, ജയസാധ്യതയുള്ള സീറ്റുകൾ കൊടുക്കാതിരിക്കുക, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളാണ് കേരള കോൺഗ്രസ് അനുഭവിച്ചത്. അത് തന്നെയാണ് JSSനും ഉണ്ടായത്. ആ അനുഭവം തന്നെയാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് MV രാഘവൻ അടക്കമുള്ള CMPക്കാർക്കും ഉണ്ടായത്. അവർ അഴീക്കോട് സീറ്റ് ചോദിക്കുന്നു. പക്ഷേ അവർ ചോദിക്കുമ്പോഴേക്കും ആ സീറ്റ് മുന്നണി മുസ്ലിം ലീഗിന് കൊടുക്കുന്നു. പിന്നീട് തൃത്താല എന്ന് പറഞ്ഞ് ജയിക്കാൻ സാധ്യതയില്ലാത്ത സീറ്റ് കൊടുക്കുന്നു. കുന്നംകുളത്ത് അവരുടെ പ്രബലനായ നേതാവ് ജോൺ മത്സരിക്കുന്നു. ജോണിനെ കോൺഗ്രസ്സുകാർ തന്നെ കാലുവാരി തോൽപ്പിക്കുന്നു. അങ്ങനെയൊക്കെയുള്ള തിക്താനുഭവങ്ങളാണ് CMPയുടെ മുമ്പിലുള്ളത്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷവും അവർക്കൊരു MLA പോലും ഇല്ല. അവരുടെ ന്യായമെന്ന് അവർ വിചാരിക്കുന്ന ആഗ്രഹങ്ങൾ പോലും നിറവേറ്റുന്നില്ല.
ഇതിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥി നിർണയ വേള മുതൽ ഉണ്ടായിട്ടുള്ള CMPയോടുള്ള അവഗണനയുടെ ഒരു തുടർച്ച എന്നുള്ള നിലയിൽ CMP UDF വിട്ട് LDFിലേക്ക് പോകുമെന്നുള്ള വാർത്തകൾ സമീപകാലങ്ങളിൽ വളരെ സജീവമായിരുന്നു. CMPയുടെ പാർട്ടി കോൺഗ്രസ് നടക്കുന്ന നിമിഷം വരെയും ആ വാർത്തകൾ സജീവമായിരുന്നു. ഏറ്റവും ഒടുവിലാണ്, അതിനുശേഷമാണ് CMP LDFിലേക്ക് പോകും എന്നുള്ള ഉറപ്പ് ലഭിക്കുന്ന രീതിയിൽ MV രാഘവന്റെ നാവുകളിൽ നിന്ന് വാക്കുകൾ ഉണ്ടായിരിക്കുന്നത്. ആ സംഭാഷണത്തിൻ്റെ ഒരു ഘട്ടമാണ് നമ്മൾ കേൾക്കുകയുണ്ടായത്. അതിൽ തന്നെ UDFിനോടുള്ള പരമമായ ഒരു അതൃപ്തി പ്രകടമായി തീരുന്നുണ്ടോ? അത്രത്തോളം അതിൻ്റെ ഒരു എഡ്ജിലെത്തി എന്ന് പറയാവുന്ന ഒരു വിരക്തി അതിൽ തോന്നുന്നുണ്ടോ അഡ്വക്കേറ്റ് ജയശങ്കർ? ഈ വികാരം മറ്റു പാർട്ടികൾക്കും ഉണ്ട്. ഇപ്പോൾ പല പാർട്ടികളും അങ്ങോട്ട് ചെന്നാൽ അവർ സ്വീകരിക്കില്ല എന്നുള്ളതുകൊണ്ടാണ് LDFിലേക്ക് പോകാത്തത്. ഇപ്പോൾ അനൂപ് ജേക്കബിൻ്റെ പാർട്ടിക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ പോലും ഒരു പക്ഷേ അവർ സ്വീകരിക്കുകയില്ല. ഗണേഷ് കുമാറിന് പോകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും LDFിൽ സ്വീകരിക്കുകയില്ല. അങ്ങനെ ഒരു സാഹചര്യം ഉള്ളതുകൊണ്ടാണ് ഇവർ പലരും ഇതിൻ്റെ കോലായിൽ തന്നെ പിന്നാമ്പുറത്ത് ഈ ചവിട്ടും തൊഴിയൊക്കെ സഹിച്ചാണെങ്കിലും UDFിൽ തന്നെ തുടരാം എന്ന ഒരു ചിന്താഗതിയിൽ നിൽക്കുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ സ്ഥാനാർത്ഥി നിർണയ വേള മുതൽ ഈ നിമിഷം വരെയും പല ഘട്ടങ്ങളിലായി UDFിൽ നിന്ന് അനുഭവിക്കേണ്ടി വന്ന അവഗണനകളെക്കുറിച്ച് MV രാഘവൻ പല വേദികളിലും പറയുകയുണ്ടായി. പക്ഷേ ആ പറച്ചിലുകളൊന്നും CMP LDFിലേക്ക് പോകുന്നു എന്നുള്ളതിൻ്റെ കൃത്യമായ തെളിവായി നമ്മൾക്ക് എടുത്തു പറയാൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷേ കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ നടത്തിയ ഈ പ്രസംഗത്തിൽ UDFിൽ നിന്ന് ഉണ്ടായ അസംതൃപ്തികൾ അവയെക്കുറിച്ച് പറഞ്ഞതിൻ്റെ തുടർച്ചയായി അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ് ഏറ്റവും പ്രാധാന്യം ഏറിയത് എന്ന് കരുതുന്നു. അതിൽ LDFിലേക്ക് പോകേണ്ടതിൻ്റെ ആവശ്യകത വളരെ കൃത്യമായി തന്നെ അദ്ദേഹം പറയുന്നുണ്ട്. ആ വാക്കുകൾ നമുക്ക് കേൾക്കാമെന്ന് കരുതുന്നു. ഈ കണ്ണൂർ ജില്ല മാതൃകയാണെന്നാണ്. കണ്ണൂർ ഇപ്പോൾ ഏറ്റവും പ്രധാനമായിട്ടുള്ള പാർട്ടി ലെഫ്റ്റ് പാർട്ടിയാണ് പ്രധാനമായും ലെഫ്റ്റ് പാർട്ടി എന്ന് പറയുമ്പോൾ ലെഫ്റ്റായിട്ടുള്ള പാർട്ടി അല്ലാതെ എന്നെ ഒരു CPI നേതാവ് കണ്ടു, പേരുണ്ട്. അയാൾ എന്നോട് പോയി നമ്മൾ ഇത് ഞാൻ പറഞ്ഞു നല്ല കാര്യം. കണ്ണൂരിലെ നമ്മുടെ രാഷ്ട്രീയം ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയമാണ് എന്ന വ്യക്തമായ സൂചനയാണ് MV രാഘവൻ നൽകിയിരിക്കുന്നത്. ഒരു പക്ഷേ അദ്ദേഹം CPMൽ നിന്ന് പുറത്താക്കപ്പെട്ടതിന് ശേഷം ഇത്രത്തോളം വ്യക്തമായ ഭാഷയിൽ കണ്ണൂരിൻ്റെ രാഷ്ട്രീയം എന്നത് ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയമാണ് എന്ന് ഇത്രത്തോളം പ്രത്യക്ഷത്തിൽ പറഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. അങ്ങനെ പറയുന്നത് പ്രായോഗിക രാഷ്ട്രീയത്തിന് ചേർന്നതല്ല എന്നതുകൊണ്ടായിരിക്കാം അദ്ദേഹം ഇതിനു മുമ്പ് പറയാതിരുന്നത്. പക്ഷേ ഇപ്പോൾ അങ്ങനെ പറഞ്ഞിരിക്കുന്നു. ഒരു CPI നേതാവ് തന്നെ വന്ന് കണ്ടിരിക്കുന്നു, യോജിപ്പിൻ്റെതായ അന്തരീക്ഷം ഉണ്ടാവണമെന്ന് പറഞ്ഞിരിക്കുന്നു എന്നൊക്കെ വരുമ്പോൾ ഇതുവരെയുള്ള UDFിൽ നിന്നുള്ള അസംതൃപ്തിയെക്കുറിച്ചുള്ള സ്ഥിരം വാക്കുകൾക്കുപരിയായ ഒരു പ്രത്യക്ഷ വാക്കായി താങ്കൾക്ക് തോന്നുന്നുണ്ടോ? അതിന് അദ്ദേഹത്തിൻ്റെ ആത്മകഥ അതിൽ ആത്മകഥ എന്ന് പറയാവുന്ന വ്യക്തിപരമായ അനുഭവങ്ങൾ കുറവാണെങ്കിൽ പോലും അതൊരു വലിയ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റാണ്. അതിൽ അദ്ദേഹം ആദ്യാവസാനം പറയുന്നത് ഇടതുപക്ഷ പ്രസ്ഥാനം കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി AKGയുടെ ശിഷ്യനായിട്ട് MVR നടത്തിയ പരിശ്രമങ്ങൾ, അതിൽ അവർക്കുണ്ടായ പ്രതിസന്ധികൾ, അതിലവർ നേരിട്ട പ്രശ്നങ്ങൾ, അവർക്കെതിരായി ഉണ്ടായ കേസുകൾ, അവരെ കൊടുക്കാൻ വലതുപക്ഷ നേതാക്കന്മാർ K കരുണാകരനാണെങ്കിലും മുസ്ലിം ലീഗിൻ്റെ ചില നേതാക്കന്മാരാണെങ്കിലും നടത്തിയ ശ്രമങ്ങൾ, അടിയന്തരാവസ്ഥക്കാലത്തും പിന്നീടും അവരനുഭവിച്ച മർദ്ദനങ്ങൾ, അവിടെയൊക്കെ അദ്ദേഹം ശരിക്കും ഇടതുപക്ഷക്കാരനായിട്ട് സാക്ഷാൽ CPMകാരനായിട്ട് തന്നെയാണ് സംസാരിക്കുന്നത്. ഇപ്പോൾ അബ്ദുള്ളക്കുട്ടി പോയ പോലെ, അല്ലെങ്കിൽ ശിവരാമൻ പോയ പോലെ, മനോജ് കുരിശിങ്കൽ പോയ പോലെ കോൺഗ്രസിലേക്കോ വലതുപക്ഷ രാഷ്ട്രീയത്തിലേക്കോ പോയ ആളല്ല അദ്ദേഹം മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്ന് തെറ്റിപ്പിരിയുമ്പോഴും CPMൽ നിന്ന് പോയി CMP ഉണ്ടാക്കുമ്പോഴും അദ്ദേഹം ആ പാർട്ടിയുടെ അക്ഷരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതെന്ന് മാത്രമേ ഉള്ളൂ. CPM എന്നുള്ളത് CMP ആയി മാറി എന്നുള്ളത് ഒഴിച്ചാൽ അദ്ദേഹം ഇടതുപക്ഷക്കാരൻ തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇടതുപക്ഷത്തിൻ്റെ ഒരു രാഷ്ട്രീയം അദ്ദേഹം ഒരിക്കലും കൈയൊഴിച്ചിട്ടില്ല. സ്വാഭാവികമായിട്ടും അദ്ദേഹം പോകേണ്ടത് ഇടതുപക്ഷത്തേക്ക് തന്നെയാണ് താനും. ആ ഒരു ബോധം അദ്ദേഹത്തിനുണ്ട്. CMP LDFിലേക്ക് പോകുന്നുവെന്ന് പറയുമ്പോൾ LDFിലേക്ക് സ്വീകാര്യത ലഭിക്കുമോ എന്നുള്ളൊരു പ്രധാനപ്പെട്ട ചോദ്യം വരും. അതിനകത്ത് തന്നെയുള്ള CPIക്ക് ഈ ഒരു വരവിനോട് എന്തായിരിക്കും നിലപാട്, CPM എങ്ങനെ അതിനെ സ്വീകരിക്കും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. രണ്ട് രീതിയിൽ അതിനെ സമീപിക്കാമെന്ന് തോന്നുന്നു. ഒന്ന്, JSSനോട് CPM ഇപ്പോൾ പുലർത്തുന്ന നിലപാടുകളിൽ എന്തെങ്കിലും ഒരു വ്യത്യാസം വന്നതായി തോന്നുന്നുണ്ടോ താങ്കൾക്ക്? കഴിഞ്ഞ ദിവസത്തെ പിണറായി വിജയന്റെ പ്രസംഗം അതിനൊരു ഉദാഹരണമായി എടുക്കാൻ കഴിയുമോ നമ്മൾക്ക്? ഗൗരിയമ്മയെ കുറിച്ച് ആക്ഷേപിച്ച് പറഞ്ഞ വിദ്വാനെ പോലുള്ള ഇടുവായത്തല്ല ഈ നാട്ടിലെ അധ്വാനിക്കുന്ന വർഗത്തെ സേവിക്കാൻ തയ്യാറായി ധീരോദാത്തമായി നടത്തിയ പ്രവർത്തനം.
ഒന്നടങ്കം അംഗീകരിച്ചു. അതാണ് ഗൗരിയമ്മയാക്കിയത്. നമ്മുടെ നാടാകെ അംഗീകരിക്കുന്ന മഹത് വ്യക്തിത്വങ്ങളുണ്ട്. ഒരു സംശയവും വേണ്ട, അതിലൊരാളാണ് സഖാവ് ഗൗരിയമ്മ. അഡ്വക്കേറ്റ് ജയശങ്കർ, ഈ പ്രസംഗം കേൾക്കുമ്പോൾ CPM നിന്ന് പുറത്താക്കപ്പെട്ടവർ എന്നേക്കുമായി പുറത്താക്കപ്പെട്ടവരാണ് എന്നുള്ള പാർട്ടിയുടെ ചരിത്രം ആലോചിച്ച് നോക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള ഒരു വ്യക്തിയെക്കുറിച്ച്, ആ വ്യക്തിയുടെ ആദർശഭരിതമായ ജീവിതത്തെക്കുറിച്ച് പിണറായി വിജയൻ തന്നെ പ്രസംഗിക്കുകയും അതിന് ലഭിക്കുകയും ചെയ്യുന്ന കയ്യടി, അത് നൽകുന്ന സൂചന CPM ഇപ്പോൾ ചെറിയ ഇടതുപക്ഷ പാർട്ടികളെ സംരക്ഷിക്കുന്ന ഒരു നിലപാടിലേക്ക് മനംമാറ്റം സംഭവിക്കുന്നുവെന്നാണോ? അല്ല, JSSനോടുള്ള CPMൻ്റെ സമീപനം വളരെ ഉദാര ചിന്താഗതിയോട് കൂടിയിട്ടുള്ളതാണ്. അതിപ്പോൾ തുടങ്ങിയതല്ല. കഴിഞ്ഞ കുറേ നാളുകളായിട്ട്, കഴിഞ്ഞ പൊതുതെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ അങ്ങനെ ഒരു സമീപനം, ആ ഒരു സഹായഹസ്തം നീട്ടാൻ തയ്യാറായി നിൽക്കുന്ന ഒരു സാഹചര്യം നേരത്തെ തൊട്ടിട്ട്. ഇപ്പോൾ ഗൗരിയമ്മയുടെ ജന്മദിനത്തിൽ തോമസ് ഐസക് പോകുന്നു, MA ബേബി പോകുന്നു, അച്യുതാനന്ദൻ പോകുന്നു, അവരെ പൊതുപരിപാടികളിൽ പങ്കെടുക്കുന്നു. ഗൗരിയമ്മയുമായിട്ട് വ്യക്തിപരമായിട്ട് എന്ന രീതിയിൽ JSSമായിട്ടില്ല, JSSനെ CPM അംഗീകരിച്ചു എന്ന് പറഞ്ഞുകൂടാ. പക്ഷേ ഗൗരിയമ്മ എന്ന് പറഞ്ഞ നേതാവിനോട് അവരുടെ വലിയ സ്നേഹാദരവുകൾ പ്രകടിപ്പിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ആ ഒരു സമീപനം ഇതുവരെയും MV രാഘവനോട് കാണിച്ചിരുന്നില്ല. MV രാഘവനെ അപ്പോഴും ഒരു നിഷ്കാസിതനായ വ്യക്തിയായിട്ട്, അല്ലെങ്കിൽ പുറത്താക്കപ്പെട്ട വ്യക്തിയായിട്ട്, കുലംകുത്തി എന്ന് പറഞ്ഞുകൂടാ, എങ്കിലും ആ ഒരു വിഭാഗത്തിൽപ്പെട്ട ആളായിട്ടാണ് അവർ കണക്കാക്കിയിരുന്നത്. അപ്പോൾ രാഘവൻ വന്നാലും, അല്ലെങ്കിൽ രാഘവൻ്റെ കൂടെ നിൽക്കുന്ന ആളുകൾ വന്നാലും സ്വീകരിക്കാം എന്നൊരു നിലപാട് CPMൻ്റെ ഭാഗത്തുണ്ടാവും. കാരണം കാലം മാറിക്കൊണ്ടിരിക്കുകയല്ലേ. 1986 ഒരു രാഷ്ട്രീയ സാഹചര്യം അല്ല ഇന്നിപ്പോൾ ഉള്ളത്. അന്ന് MV രാഘവനെ പുറത്താക്കുന്നതിന് പറഞ്ഞ ഒരു കാരണം, അയാൾ ഈ വർഗീയ പാർട്ടികളുമായിട്ട്, പ്രത്യേകിച്ച് മുസ്ലിം ലീഗുമായിട്ട് സഖ്യം ചേരുന്നു, അതിനാഗ്രഹിക്കുന്നു, അതിന് താല്പര്യപ്പെടുന്നു, ബദൽ രേഖ അവതരിപ്പിച്ചു എന്നൊക്കെയാണ്. ഇന്നിപ്പോൾ CPMൻ്റെ കൂടെയുള്ള ഘടകകക്ഷിയാരാണ്? മുസ്ലിം ലീഗിനേക്കാളും മുരത്ത വർഗീയവാദികളെന്ന് പറയാവുന്ന രീതിയിലുള്ള ഇന്ത്യൻ നാഷണൽ ലീഗ് നിൽക്കും. PDPയുമായിട്ട് ചങ്ങാത്തം കൂടുന്നു. അബ്ദുൽ നാസർ മദനിയുടെ വിവാഹ ചടങ്ങിൽ പിണറായി വിജയനും C ദിവാകരനും നേരിട്ട് പങ്കെടുക്കുന്നു. അതൊക്കെ അപ്പോൾ അതുപോലെയുള്ള അപഭ്രംശങ്ങളൊക്കെ ഇടതുപക്ഷ പാർട്ടികളുടെ ഭാഗത്ത് തന്നെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പിന്നെ MV രാഘവൻ്റെ പഴയ നിലപാട് തെറ്റാണ് എന്ന് ഇനി വാദിക്കുന്നതിൽ അർത്ഥമില്ല. CMP LDFിലേക്ക് നീങ്ങുന്നുവെന്നും MV നികേഷ് കുമാർ CMPയിലേക്ക് എത്തി രാഷ്ട്രീയ രംഗത്തേക്ക് പ്രവേശിക്കാൻ ഒരുങ്ങുന്നുവെന്നുമുള്ള നാളത്തെ വാർത്തയുടെ ഈ ഘട്ടത്തിൽ ഒരിക്കൽ കൂടി പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ ആദ്യം കേൾപ്പിക്കുകയുണ്ടായി MV രാഘവൻ്റെ വാക്കുകൾ. കണ്ണൂരിൽ വെച്ച് അദ്ദേഹം നടത്തിയ പ്രസംഗം, കണ്ണൂരിൽ നമ്മുടെ രാഷ്ട്രീയം ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയമാണ് എന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത രീതിയിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. ഒരു CPI നേതാവ് തന്നെ വന്ന് കാണുകയുണ്ടായി. വിശാലമായൊരു ഇടതുപക്ഷ സഖ്യത്തിൻ്റെ അന്തരീക്ഷം ഉരുത്തിരിഞ്ഞു വരുന്നു എന്നുള്ള രീതിയിൽ അദ്ദേഹം നടത്തിയ പ്രസംഗത്തിൻ്റെ ഭാഗങ്ങൾ നമ്മൾ കേൾപ്പിക്കുകയുണ്ടായി. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് വാദങ്ങൾ നിരത്തിക്കൊണ്ട് CMP LDFിലേക്ക് നീങ്ങുന്നു, MV നികേഷ് കുമാർ രാഷ്ട്രീയത്തിലേക്ക് വരുന്നു എന്നുള്ള ഈ നാളത്തെ വാർത്തയുടെ ഒരു ഘട്ടം നമ്മൾ പൂർത്തിയാക്കുന്നത്. ഈ ഘട്ടത്തിൽ CPIക്ക് CMP LDFിലേക്ക് വരുന്നതിനെക്കുറിച്ച് എന്ത് നിലപാടാണ് പറയാൻ കഴിയുക എന്ന ഔദ്യോഗികമായ ഒരു വാക്ക് CPIയുടെ പ്രധാനപ്പെട്ട നേതാവായ കാനം രാജേന്ദ്രൻ്റെ വാക്കുകൾ തന്നെ നമ്മൾ കേൾക്കാമെന്ന് കരുതുന്നു. ഇടതുപക്ഷ പാർട്ടികളും ഗ്രൂപ്പുകളും യോജിച്ചു നിൽക്കണം എന്നുള്ള അഭിപ്രായം CPI നേരത്തെ പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ പാർട്ടി കോൺഗ്രസിൻ്റെ പ്രമേയത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും അല്ലെങ്കിൽ വിവിധ ഗ്രൂപ്പുകളും ഒരുമിച്ച് ഒരു ലെഫ്റ്റ് യൂണിറ്റി അത് കൈവരിക്കണം എന്ന് ആഗ്രഹിക്കുകയുണ്ടായി. പ്രത്യേകിച്ചും രണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളല്ല, ഭിന്നിച്ചു പോയ എല്ലാവരും ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ ഒരുമിച്ച് നിന്ന് ഈ നവലിബറൽ നയങ്ങൾക്കെതിരായിട്ടുള്ള പോരാട്ടങ്ങൾ ശക്തിപ്പെടുത്തണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇന്ന് പൊതുവെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ലെഫ്റ്റിനെ മാർജിനലൈസ് ചെയ്യാനുള്ള വലിയ ശ്രമം നടക്കുന്നുണ്ട്. അത് കോർപ്പറേറ്റുകളുടെ ആഗ്രഹത്തിനനുസരിച്ചാണ് അത് നടത്താൻ വേണ്ടി പരിശ്രമിക്കുന്നത്. അപ്പോൾ അതിനെ ചെറുക്കാൻ കഴിയണമെങ്കിൽ ഭിന്നിച്ചുപോയ പാർട്ടികൾ, ഇടതുപക്ഷ ഗ്രൂപ്പുകൾ, അവയെല്ലാം ഒരുമിച്ച് നിന്ന് ഈ പുതിയ നയങ്ങൾക്കെതിരായിട്ട് പോരാടണം. ആ ആശയമാണ് CMPയുടെ പാർട്ടി കോൺഗ്രസ് കോട്ടയത്ത് നടന്നപ്പോൾ അവരുമായി പങ്കുവയ്ക്കാൻ ഞാൻ ശ്രമിച്ചത്. ആ അർത്ഥത്തിൽ വിശാലമായ കാഴ്ചപ്പാടിൽ CPI ഈ ഇടതുപക്ഷ ഗ്രൂപ്പുകളുടെ, ഇടതുപക്ഷ പാർട്ടികളുടെ യോജിച്ചുള്ള ഒരു വേദി വരുന്നതിൽ CPIക്ക് യഥാർത്ഥത്തിൽ സന്തോഷമാണ്. അഡ്വക്കേറ്റ് ജയശങ്കർ, കാനം രാജേന്ദ്രൻ്റെ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ അതിൻ്റെ അവസാന ഘട്ടത്തിൽ അദ്ദേഹം വ്യക്തമായും പറയുന്നുണ്ട്, അത് സന്തോഷകരമായൊരു കാര്യമാണ്, ഇടതുപക്ഷത്തെ വിശാലമാക്കുക എന്നൊരു പ്രക്രിയയ്ക്ക് ശക്തി കൂട്ടുന്ന ഒന്നായിരിക്കും CMP അടക്കമുള്ളവ വരികയാണെങ്കിൽ എന്ന്. താങ്കൾക്ക് എന്ത് തോന്നുന്നു? അല്ല, CPIയുടെ നേരത്തോട്ടുള്ള ഒരു നിലപാട് അത് തന്നെയാണ്.
ഇടതുപക്ഷ പുനരേകീകരണം എന്ന് വെച്ചാൽ CPM CPI പാർട്ടികൾ തമ്മിലുള്ള ലയനം മാത്രമല്ല, എല്ലാ ഇടതുപക്ഷ ഗ്രൂപ്പുകളും, അത് നക്സൽ ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ ബോൾഷെവിക് പാർട്ടി ആയിട്ട് പോയ ആളുകൾ, വിവിധ ഗ്രൂപ്പുകൾ, JSS പോലെയുള്ള പാർട്ടികൾ, CMP അടക്കമുള്ള കക്ഷികൾ എല്ലാവരും ഒരു പൊതു പരിപാടിയുടെ അടിസ്ഥാനത്തിൽ ലയനമല്ല, സഹകരണം, പരമാവധി സഹകരണത്തിൻ്റെതായ മേഖലകൾ കണ്ടെത്തുകയും പിന്നെ ഇടതുപക്ഷ മതേതര ശക്തികൾ, ജനാധിപത്യ ശക്തികൾ തമ്മിൽ പരമാവധി യോജിപ്പ്, കോൺഗ്രസിനകത്തുള്ള പുരോഗമനവാദികളായിട്ടുള്ള ആളുകൾ അടക്കമുള്ളവരുമായി യോജിച്ച് ഒരു പൊതു മിനിമം പരിപാടിയുടെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം. കാരണം അഖിലേന്ത്യാ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ ഇടതുപക്ഷ പാർട്ടികളെല്ലാം കൂടി ഒരുമിച്ച് നിന്നാലും അതിന് ഒരുപാട് പരിമിതികളും പരിധികളും ഉണ്ട്. അങ്ങനെയല്ല, കോൺഗ്രസിനകത്തും അതുപോലെ മറ്റ് സമാന ചിന്താഗതിക്കാരായ ഇടതുപക്ഷ സ്വഭാവമുള്ള അല്ലെങ്കിൽ മതേതര ചിന്താഗതിക്കാരായ കക്ഷികളുടെ ഒരു വലിയ മുന്നണി, ഒരു വലിയ കൂട്ടായ്മ, അത് അത്ര എളുപ്പത്തിൽ സാധിക്കാവുന്ന ഒന്നല്ല. അതിലിപ്പോൾ NDAയിൽ നിൽക്കുന്ന കക്ഷികളടക്കമുണ്ട്. സമതാ പാർട്ടി അല്ലെങ്കിൽ സമാജ്വാദി പാർട്ടി, അങ്ങനെയുള്ള പാർട്ടികളെ കൂടി യോജിപ്പിച്ച്, പെസൻസ് ആൻഡ് വർക്കേഴ്സ് പാർട്ടി പോലെയുള്ള പാർട്ടികളെ യോജിപ്പിച്ച് വരുന്ന പൊതുതെരഞ്ഞെടുപ്പ് നമ്മുടെ പടിവാതിൽക്ക് നിൽക്കുകയാണ്. ഒരു കൊല്ലം പോലും ഇല്ല പൊതുതെരഞ്ഞെടുപ്പ്. ആ പൊതുതെരഞ്ഞെടുപ്പ് വരുമ്പോഴത്തേക്കും രാജ്യത്ത് ഒരു വിശാലമായ ഒരു ഇടതുപക്ഷ ബദൽ അല്ലെങ്കിൽ ഒരു മതേതര ബദൽ കെട്ടിപ്പടുക്കുന്നതിന് കോൺഗ്രസ് അഴിമതിയിൽ മുങ്ങി നിൽക്കുന്നു, BJP വർഗീയതയിൽ ആറാടി നിൽക്കുന്നു. ഇത് രണ്ടുമല്ലാത്ത ഒരു പുതിയ ഒരു മുന്നണി അല്ലെങ്കിൽ ഒരു കൂട്ടായ്മ ഉണ്ടാകേണ്ട ഒരു കാലഘട്ടം ഉണ്ട്. ഈ ഒരു അനിവാര്യമായ രാഷ്ട്രീയ സാഹചര്യത്തിൽ CMP LDFിലേക്ക് വരുന്നു എന്നുള്ള ഈ നാളത്തെ വാർത്തയുടെ തുടർച്ചയാണ് MV നികേഷ് കുമാർ മാധ്യമപ്രവർത്തന രംഗത്തിൽ നിന്ന് രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കുന്നുവെന്നും CMPയിലേക്ക് എത്തുന്നുവെന്നും ആ CMP LDFിലേക്ക് ചേരാൻ പോകുന്നുവെന്നുമുള്ള നാളത്തെ വാർത്തയുടെ തുടർച്ച വരുന്നത്. അത് ഇടവേളയ്ക്ക് ശേഷം. ശ്രീ MV രാഘവന്റെ മകനും പ്രമുഖ മാധ്യമ പ്രവർത്തകനുമായ MV നികേഷ് കുമാർ സജീവ രാഷ്ട്രീയത്തിലേക്ക് വരുന്നുവെന്നും CMPയെ ശക്തിപ്പെടുത്തുമെന്നുമുള്ള നാളത്തെ വാർത്തയാണ് ഇനി നമുക്ക് കാണാനുള്ളത്. ആ വാർത്തയിലേക്ക് നമുക്ക് മടങ്ങി വരാം. CMP നേതാവ് MV രാഘവന്റെ മകനും പ്രമുഖ മാധ്യമ പ്രവർത്തകനുമായ MV നികേഷ് കുമാർ രാഷ്ട്രീയത്തിലേക്ക് വരുന്നുവെന്ന വാർത്തകൾ സജീവമാകുന്നു. മലയാള ദൃശ്യമാധ്യമ രംഗത്ത് പുതിയ മാനങ്ങൾ നൽകിയ വ്യക്തി എന്ന നിലയിൽ നികേഷിന് പൊതുസമൂഹത്തിൽ പരിഗണനകളുണ്ട്. 1986 മുസ്ലിം ലീഗുമായി സഖ്യമുണ്ടാക്കുന്നത് സംബന്ധിച്ച അഭിപ്രായ വ്യത്യാസത്തെ തുടർന്നാണ് MV രാഘവനെ CPMൽ നിന്ന് പുറത്താക്കിയത്. പിന്നീട് MVRന്റെ നേതൃത്വത്തിൽ CMP രൂപീകരിച്ചു. നേതാക്കളുടെ, പ്രത്യേകിച്ച് MV രാഘവന്റെ വ്യക്തിപ്രഭാവത്തിൽ പടുത്തുയർത്തിയ CMP UDFിലെത്തി. ഇടതുപക്ഷ പാർട്ടികൾക്ക് സ്വാധീനമുള്ള മേഖലകളിൽ MV രാഘവൻ CMPയെ പടുത്തുയർത്തുകയും ചെയ്തു. ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം സഖാവ് MVR പാർട്ടിക്കുള്ളിൽ സജീവമല്ലാതായി. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയസാധ്യതയില്ലാത്ത സീറ്റുകൾ നൽകി CMPയെ UDF നേതൃത്വം വട്ടം കറക്കുകയും ചെയ്തു. പാർട്ടിയുടെ ഭാവി തന്നെ പ്രതിസന്ധിയിലായ ഈ ഘട്ടത്തിലാണ് നികേഷ് കുമാറിന്റെ രാഷ്ട്രീയ പ്രവേശം. ഇതോടുകൂടി CMPയുടെ പ്രവർത്തനം ഊർജ്ജസ്വലമാകുമെന്ന പ്രതീക്ഷകളാണ് രാഷ്ട്രീയ നിരീക്ഷകർ പങ്കുവെക്കുന്നത്. അഡ്വക്കേറ്റ് ജയശങ്കർ, ഏത് സാഹചര്യമാണ് നാളത്തെ വാർത്തയിൽ MV നികേഷ് കുമാർ രാഷ്ട്രീയത്തിലേക്ക് വരുന്നു, CMPയിലേക്ക് വരുന്നു എന്നുള്ളതിനെ പ്രബലമാക്കുന്നത്? അത് CMPയുടെ ഇപ്പോഴത്തെ രാഷ്ട്രീയമായ നേതൃത്വപരമായ ഒരു ശൂന്യതയാണോ? MV രാഘവൻ അദ്ദേഹത്തിൻ്റെ പ്രായാധിക്യം കൊണ്ട് അവശത അനുഭവിക്കുന്ന ഒരു ഘട്ടത്തിൽ CMPയെ കൂടുതൽ ചൈതന്യവത്താക്കുക എന്ന ഒരു ലക്ഷ്യമാണോ MV നികേഷ് കുമാറിൻ്റെ രംഗപ്രവേശത്തിലൂടെ സാധ്യമാവുക? CMPയെ സംബന്ധിച്ചിടത്തോളം നേതൃത്വപരമായ ഒരു ശൂന്യത ആ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. പ്രത്യേകിച്ചും LDFിലേക്ക് പോകണം എന്ന അഭിപ്രായമുള്ള ആളുകൾ, പ്രത്യേകിച്ച് MK കണ്ണൻ, അതുപോലെ KR അരവിന്ദാക്ഷൻ, അങ്ങനെയുള്ള നേതാക്കന്മാർ. നേരെ മറിച്ച് CMPക്ക് കുറച്ചുകൂടി ഊർജ്ജസ്വലമായ നേതൃത്വം കൊടുക്കാൻ ബാധ്യസ്ഥനായ, അതിന് കഴിവും പ്രാപ്തിയുമുള്ള ആൾ ജോണാണ്, CP ജോൺ എന്തൊക്കെയോ കാരണങ്ങളാൽ അദ്ദേഹം കോൺഗ്രസ് മുന്നണിയുമായി യോജിച്ച് പോകണം എന്ന, അല്ലെങ്കിൽ വലതുപക്ഷത്ത് തന്നെ നിൽക്കണം എന്ന അഭിപ്രായമുള്ള ആളായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ പ്രത്യേകിച്ചും CMPക്ക് നേതൃത്വപരമായ ശൂന്യതയുണ്ട്. രാഘവനെ സംബന്ധിച്ചുള്ള അദ്ദേഹത്തിൻ്റെ നല്ല കാലം കഴിഞ്ഞു പോയിരിക്കുന്നു. ഇനി ഒരു തിരിച്ചുവരവ് ഏറെക്കുറെ അസാധ്യമാണ്. പ്രായവും അനാരോഗ്യവും അദ്ദേഹത്തെ വല്ലാതെ ബാധിച്ചിരിക്കുന്നു. അത് ഈ ദൃശ്യങ്ങൾ കണ്ടാൽ തന്നെ വ്യക്തമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു മനസ്സിൻ്റെ ബലം കൊണ്ട് മാത്രമാണ് ഇപ്പോൾ പിടിച്ചേക്കുന്നത്. ആ ഒരു ഘട്ടത്തിൽ കൂടുതൽ ശക്തമായ, കരുത്തുറ്റ, അല്ലെങ്കിൽ ഊർജ്ജസ്വലമായ ഒരു നേതൃത്വം ആ പാർട്ടിക്ക് അത്യാവശ്യമാണ്. അല്ലെങ്കിൽ ആ പാർട്ടി ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഛിന്ന ഭിന്നമായി ശിഥിലീകരിച്ച് പോകും. ആ ഒരു ഘട്ടത്തിലാണ് നികേഷ് കുമാറിനെ കുറിച്ചുള്ള ആലോചന വളരെ ശക്തമായി നടക്കുന്നത്. നികേഷിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം സ്വന്തം നിലയ്ക്ക് തന്നെ ഒരു താരമാണ്. യാതൊരു മുഖപൂരയുടെ ആവശ്യമില്ല. എല്ലാ കുടുംബങ്ങളിലും അദ്ദേഹം സുപരിചിതനാണ്. പ്രത്യേകിച്ചും മധ്യവർഗ്ഗക്കാരുടെ, ഇടത്തരക്കാരുടെ, പട്ടണവാസികളുടെ ഇടയിൽ വളരെ സുപരിചിതനായ ഒരു വ്യക്തിയാണ്. ഒരു മുഖപൂരയുടെ ആവശ്യമില്ലാതെ
അവർക്ക് മുന്നോട്ട് കൊണ്ടുവരാവുന്ന ഒരാളാണ്. എം വി നികേഷ് കുമാറിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത സ്വന്തം അച്ഛൻ്റെ എം വി രാഘവൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഏറ്റവും സങ്കീർണമായ ഘട്ടങ്ങൾ കണ്ട് വളരുകയും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ തയ്യാറാക്കി മാധ്യമ മേഖലയിലേക്ക് വരികയും ഇപ്പോഴും മാധ്യമ മേഖലയിൽ തുടരുകയും ചെയ്യുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിലും രാഷ്ട്രീയ രംഗത്തെ എല്ലാ വ്യക്തികളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചർച്ചകൾ നയിക്കുകയും ചെയ്യുന്ന വ്യക്തി എന്നുള്ള നിലയിലും രാഷ്ട്രീയത്തിലേക്ക് രംഗപ്രവേശനം ചെയ്യുക എന്നുള്ളത് വളരെ എളുപ്പമുള്ള കാര്യമാണ്. അഡ്വക്കേറ്റ് ജയശങ്കർ സൂചിപ്പിച്ചതുപോലെ മാധ്യമ മേഖലയിൽ നിന്ന് പിന്നീട് രാഷ്ട്രീയ രംഗത്തേക്ക് ഉയർന്നു വന്നവരുടെ ഉദാഹരണങ്ങൾ അതിന് ബലം കൂട്ടുന്നുമുണ്ടാകാം. മാധ്യമരംഗത്ത് നിന്നും രാഷ്ട്രീയത്തിലെത്തിയവരുടെ ചില ഉദാഹരണങ്ങൾ രാജ്യത്തുണ്ട്. മാതൃഭൂമിയുടെ ഡൽഹി അഡീഷണൽ കറസ്പോണ്ടന്റായിരുന്ന KP ഉണ്ണികൃഷ്ണൻ പിന്നീട് രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിച്ചത് അത്ഭുതത്തോടെയും ആകാംക്ഷയോടെയുമാണ് സഹപ്രവർത്തകർ നോക്കിക്കണ്ടത്. സോഷ്യലിസ്റ്റ് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ കടന്നുവന്ന അനുഭവം അദ്ദേഹത്തിന് മുതൽക്കൂട്ടായി. പത്രപ്രവർത്തനത്തിനിടെയുണ്ടായ ബന്ധം അദ്ദേഹത്തെ തുണച്ചു. KPCC ലീലാ ദാമോദരന്റെ പേര് നിർദ്ദേശിച്ചതിനെ മറികടന്നാണ് KP ഉണ്ണികൃഷ്ണൻ സ്ഥാനാർത്ഥിയായത്. 1971, 77, 80, 84, 89, 91 തെരഞ്ഞെടുപ്പുകളിൽ വടകര മണ്ഡലത്തിൽ നിന്നും MP ആയി. സമർത്ഥനായ MP എന്ന് പേരെടുത്തു. VP സിംഗിന്റെ മന്ത്രിസഭയിൽ ടെലികമ്മ്യൂണിക്കേഷൻ മന്ത്രിയായി. എഴുത്തുകാരൻ, മാധ്യമപ്രവർത്തകൻ, രാഷ്ട്രീയ പ്രവർത്തകൻ എന്നിങ്ങനെ വിവിധ വിശേഷണങ്ങൾക്കർഹനായ അരുൺ ഷൂരി വാജ്പേയി മന്ത്രിസഭയിൽ വാർത്താവിനിമയം, വിവരസാങ്കേതിക വകുപ്പുകൾ കൈകാര്യം ചെയ്ത വ്യക്തിയാണ്. ഇന്ത്യൻ എക്സ്പ്രസിൽ എഡിറ്ററായ അരുൺ ഷൂരി രാജ്യത്തെ അഴിമതിക്കും മാധ്യമ സ്വാതന്ത്ര്യത്തിനും തുടർച്ചയായി പോരാടി. ബൊഫേഴ്സ് കുംഭകോണ കേസിൽ രാജീവ് ഗാന്ധിക്കെതിരെ ആക്രമണം നടത്തിയ അരുൺ ഷൂരിക്ക് കടുത്ത മാനസിക പീഡനം ഏറ്റുവാങ്ങേണ്ടി വന്നു. അക്കാലത്ത് 300ഓളം കേസുകളാണ് ഇന്ത്യൻ എക്സ്പ്രസിന് നേരിടേണ്ടി വന്നത്. പിന്നീട് ഇന്ത്യൻ എക്സ്പ്രസിൽ നിന്നും രാജിവെച്ച അരുൺ ഷൂരി ഭാരതീയ ജനതാ പാർട്ടിയിലൂടെയാണ് സജീവ രാഷ്ട്രീയത്തിൽ എത്തിയത്. നാളത്തെ വാർത്ത അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ എം വി നികേഷ് കുമാർ രാഷ്ട്രീയത്തിലേക്ക് വരുന്നു, CMPയിലേക്ക് വരുന്നു, CMP തന്നെ LDFിലേക്ക് പോകുന്നു എന്നുള്ളതാണ് നാളത്തെ വാർത്ത എന്നുള്ള നിലയിൽ നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. അതിനെ സാധൂകരിക്കുന്ന വാദഗതികൾ നമ്മൾ നിരത്തുകയുമുണ്ടായി. എന്തായാലും നാളത്തെ വാർത്തയുടെ ഈ അവസാന ഘട്ടത്തിൽ ഈ വാഹനത്തിന് പിറകിലൂടെ CMPയുടെ പ്രമുഖ നേതാവ് എം വി നികേഷ് കുമാറാണ് വന്നുകൊണ്ടിരിക്കുന്നത് എന്ന ഒരു രാഷ്ട്രീയ പ്രചരണ വാക്യം കേൾക്കാൻ കഴിയുന്ന വിദൂരമല്ലാത്ത ഒരു ഭാവിയെ കാണാൻ കഴിയുമോ എന്നുള്ള ചോദ്യത്തോടു കൂടി നമ്മൾക്ക് അവസാനിപ്പിക്കാമെന്ന് കരുതുന്നു അഡ്വക്കേറ്റ് ജയശങ്കർ. തീർച്ചയായിട്ടും ശ്രീ MP രാഘവന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി എന്ന CMP LDFിലേക്ക് പോകുമെന്നും പ്രമുഖ മാധ്യമ പ്രവർത്തകനും MV രാഘവന്റെ മകനുമായ MV നികേഷ് കുമാർ സജീവ രാഷ്ട്രീയത്തിലേക്ക് എത്തുമെന്നുമുള്ള നാളത്തെ വാർത്തയുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളുമാണ് നിങ്ങളിപ്പോൾ കണ്ടു കഴിഞ്ഞത്. നാളത്തെ വാർത്തകൾ അറിയുമ്പോഴാണ് വാർത്തയുടെ വാസ്തവം പൂർണ്ണമാകൂ എന്ന തിരിച്ചറിവോടെ ഈ ലക്കം നമ്മൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം.